എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എല്ലാവർക്കും കൊടുക്കാൻ വല്ലാത്ത മടിയാണ്. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കാൻ വല്ലാത്ത മടിയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, യാ ഇബ്നു ആദം ഇഫ്റഉ മിൻ കൻസിക ഇൻദല്ലാഹി ഇൻദി വലാ ഹറക വലാ ഖറക വലാ സറക. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആദമിന്റെ മകനെ, നീ സമ്പത്ത് നീ ചിലവാക്കുക, നിന്റെ സമ്പത്ത് നീ ചിലവാക്കുക. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, എന്റെ അടുക്കൽ അത് തീയോ വെള്ളമോ തിന്നുകയില്ല. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, സദഖ കൊടുക്കുന്ന മനുഷ്യനോട്, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്നവനോട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, എന്റെ അടുക്കലുണ്ടല്ലോ, എന്റെ അടുക്കൽ അത് തീയാലോ വെള്ളത്തിലാലോ നശിച്ചു പോവുകയില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, ഒരു കള്ളനും കൊണ്ടുപോകില്ല, എന്റെ കയ്യിൽ തന്നതൊരിക്കലും തീ പിടിച്ച് നശിച്ചു പോകില്ല, വെള്ളപ്പൊക്കമുണ്ടായി വെള്ളത്തിൽ മുങ്ങിപ്പോകില്ല, ഒരു കള്ളനും കേറി മോട്ടിച്ചു കൊണ്ടുപോകില്ല. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നിങ്ങൾ ആരെങ്കിലും അല്ലാഹുവിന് കൊടുത്താ, നിങ്ങൾ ആരെങ്കിലും സദഖ ചെയ്താ, അതിനു പകരം ആവശ്യമുള്ളതല്ല അല്ലാഹു നിങ്ങൾക്ക് നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, സദഖ കൊടുക്കൂ. എപ്പോഴും നീ കൊടുക്കുന്നവനാകൂ, പാവങ്ങളെ സഹായിക്കുന്നവനാകൂ. അങ്ങനെ കൊടുക്കുന്നതിലൂടെ എന്റെ പ്രിയപ്പെട്ടവരെ, നിനക്കൊരുപാട് പ്രയോജനമുണ്ട്. നിന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുകയാണ്. അല്ലാഹു നിന്റെ ജീവിതത്തിൽ അഭിവൃദ്ധി നൽകുകയാണ്. നിനക്ക് അല്ലാഹു സമാധാനമുള്ള ജീവിതം നൽകുകയാണ്. പടച്ച റബ്ബ് നിന്നെ ഒരിക്കലും കൈവിടില്ല. അതുകൊണ്ടാണ് സ്വഹാബികൾ എങ്ങനായിരുന്നു, മുത്തുനബിയുടെ ഭാര്യമാരെങ്ങനായിരുന്നു, അവർ മത്സരമായിരുന്നു സദഖ കൊടുക്കുന്നതിന് വേണ്ടി. ഉള്ള സമയത്ത് മാത്രമല്ല, അവരില്ലാത്ത സമയത്തും, അവരാവശ്യമുള്ള സമയത്തും, അവർ പട്ടിണി കിടക്കുന്ന സമയത്ത് പോലും അവരുടെ കയ്യിലുള്ളത് കൊടുക്കാൻ അവർക്ക് വല്ലാത്ത ഉത്സാഹമായിരുന്നു.